എല്ലാവർക്കും ഗീതാ ഗോവിന്ദം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ അതാ ഒരു നിമിഷം ഭയങ്കര ഒരു നിർണായകമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഗോവിന്ദും അനാർക്കലി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ആ ഒരു വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ നിറഞ്ഞൊരു പ്രമോ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് നമുക്ക് കാണുവാൻ സാധിച്ചത്. അപ്പൊ അനാർക്കലി ഇങ്ങനെ നമ്മുടെ ഗോവിന്ദിനെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്. നീ ആ ഒരു പൊടിമീശ ആ ഒരു ഊച്ചാൻ തടിയൊക്കെ ഉണ്ടായിരുന്ന ചീളി തെക്കനല്ലേ, നീ എന്നെ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദ് തിരിച്ച് 10 മടങ്ങ് ശക്തിയിൽ നമ്മുടെ ഗോവിന്ദൻ വെല്ലുവിളിക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു പയ്യൻ ആ ഒരു നിങ്ങൾ പറഞ്ഞ ആ ഒരു ഊശാന്ത അടിയൊക്കെ വെച്ച് പയ്യൻ ഇതാ ഇപ്പോൾ വലുതായി, നിങ്ങളുടെ മുന്നിൽ തിരികെ വെല്ലുവിളിക്കാൻ അത്രത്തോളം വളർന്നു വലുതായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ഒരൊറ്റ ചോദ്യമേ പിന്നോട് ചോദിക്കുന്നുള്ളൂ, മറ്റേ ഭദ്രന്റെ ബോഡി നിങ്ങൾ എവിടെ മറവ് ചെയ്തു? ആ ഒരു ചോദ്യം മാത്രം. ആ ഒരു ചോദ്യത്തിന് മുന്നിൽ നമ്മുടെ അനാർക്കലി പോലും, അത്രയ്ക്കും ഭയങ്കര ഭീകരയായിട്ടുള്ള അനാർക്കലി പോലും ഇങ്ങനെ പതറി നിൽക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു പതർച്ച പക്ഷെ ഗോവിന്ദിന്റെ മുന്നിൽ ഇങ്ങനെ കാണിക്കുന്നില്ല. ഗോവിന്ദ് പോയതിനു ശേഷം വല്ലാതെ പേടിക്കുന്നുണ്ട് അനാർക്കലി. എൻ്റെ രാധികയെ വിളിച്ച് പറയുന്നുണ്ട്, ആ ഗോവിന്ദനെ കാണാൻ വന്നിരുന്നു, എന്തിനാണെന്ന് നിനക്കറിയോ? ഭദ്രന്റെ ബോഡി എവിടെ മറവ് ചെയ്തു എന്നും ചോദിച്ചിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ രാധിക ആകപ്പാടെ തുള്ളി നിൽക്കുവാണ്. രാധികയാണെങ്കിൽ ആ വെമ്പാലമുക്കിലെ സ്ഥലം എങ്ങനെയെങ്കിലും ആ ഒരു വിൽക്കാൻ വേണ്ടി നടക്കുക. നമ്മുടെ അനാർക്കലിക്ക് കുറെ പൈസ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നിൽക്കുവാണല്ലോ. അപ്പൊ അനാർക്കലിക്ക് ആ ഒരു പൈസ കൊടുക്കാൻ വേണ്ടി നമ്മുടെ രാധിക നമ്മുടെ ഗോവിന്ദ് അറിയാതെ ആ ഒരു സ്ഥലമൊക്കെ വിൽക്കാൻ വേണ്ടി ഒരു വേറൊരാളെയൊക്കെ അന്വേഷിച്ച് അയാൾ ഇങ്ങനെ വരുന്ന ഒരു കറക്റ്റ് നേരത്തായിരിക്കും നമ്മുടെ ഗോവിന്ദും ആ ഒരു വെമ്പാലമുക്കിലേക്ക് നമ്മുടെ അന്വേഷണത്തിന് വേണ്ടി ചെല്ലുന്നത്. അപ്പൊ നമ്മുടെ ഗോവിന്ദ് ചെല്ലുമ്പോൾ അവിടെ രാധിക നിൽക്കുന്നു, വേറൊരാൾ നിൽക്കുന്നു, ബ്രോക്കറിനെ പോലത്തെ ഒരാൾ നിൽക്കുന്നു, ഇത് മേടിക്കാൻ വേണ്ടി വന്ന ഒരാൾ നിൽക്കുന്നു കേട്ടോ. അപ്പൊ ഇത് അപ്പൊ നമ്മുടെ രാധിക പറയുന്നുണ്ട്, മാധവേട്ടന്റെ ഓർമ്മകൾ അയവറക്കാൻ വേണ്ടി ഞാനിവിടെ വന്നതാണെന്നൊക്കെ ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പോഴാണ് മറ്റേ ഓപ്പോസിറ്റ് ഉള്ള ആൾ പറയുന്നത്, മാഡം അല്ലേ എന്നെ വിളിച്ചു വരുത്തിയത്, ഈ ഒരു സ്ഥലവും ഇതൊക്കെ നോക്കാനുണ്ടെന്ന് പറഞ്ഞല്ലേ എന്നെ വിളിച്ചു വരുത്തിയത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അയാൾ അപ്പൊ രാധിക നമ്മുടെ ആകപ്പാടെ ചൂളിപ്പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചത്. അപ്പൊ ഗോവിന്ദിന് മനസ്സിലായി ആകപ്പാടെ കൈവിട്ട് പോയി എന്നുള്ളത്. അപ്പൊ ഗീതുവും ഉണ്ടാവട്ടെ കൂടെ. അപ്പൊ ഗീതു ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ചിരിച്ചിരിക്കുന്നുണ്ട്. രാധികാമ്മയുടെ വായിൽ നിന്ന് തന്നെ ആ ഒരു കള്ളമൊക്കെ പൊളിഞ്ഞ് വീഴുമല്ലോ എന്നുള്ള രീതിയിൽ ഗീതുവിന് അങ്ങോട്ട് ചിരി അടക്കാനേ സാധിക്കുന്നില്ല. അപ്പൊ എന്തായാലും ആ ഒരു രാധികയുടെ കള്ളത്തരങ്ങൾ അടപടലം പൊളിഞ്ഞു വീഴുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഗീതാ ഗോവിന്ദത്തിൽ ഇനി വരാൻ പോകുന്നത്. അപ്പം മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.